ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന വ്യക്തി നമ്മുടെ അനുമോളും നെവിനുമാണ്. ഏറ്റവും കുറവ് വന്ന വ്യക്തി അനീഷുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് കൂട്ടർക്കും ബിഗ് ബോസിൻ്റെ വക സമ്മാനമുണ്ട്. അനീഷിന് 5 ലിറ്റർ പാലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്ന വ്യക്തികൾക്ക് നെവിനും അതിൻ്റെ അനുമോൾക്കും 25 മുട്ടയുമാണ് കൊടുത്തത്. അപ്പോൾ ഇവരോട് ഇവരുടെ എക്സ്പീരിയൻസ് ഈ ഏറ്റവും കൂടുതൽ വന്ന ആൾക്കാർക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അനുമോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് 12 വർഷം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. 12 വർഷം ഇതിൽ വന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട്. എൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് എൻ്റെ എല്ലാം തുറന്ന് കാണിക്കാനാണ്. ഞാൻ എങ്ങനെയാണോ പോസിറ്റീവിന്, അപ്പോൾ സ്വന്തം വീട്ടിലെ കുട്ടികളെപ്പോലെ നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുത്തതിന് നന്ദിയുണ്ട്. അത്രയും ഈ 8 വട്ടം വന്നിട്ടും നിങ്ങളെന്നെ രക്ഷിച്ചെടുത്തല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെവിനെ വിളിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിന് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഞാനൊരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സമൂഹത്തിന് മുന്നിൽ അങ്ങനെ പ്രസക്തിയുള്ള ആളൊന്നുമല്ല. പോസിറ്റീവും നെഗറ്റീവും ഏറ്റെടുത്തത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ക്യാരക്ടർ ഞാൻ ഒരിക്കലും ഫിൽട്ടർ ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ റിയൽ ക്യാരക്ടർ. എനിക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്, സങ്കടം വരുമ്പോൾ സങ്കടം, വിശപ്പ് വരുമ്പോൾ വിശപ്പ്, ഇതൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഒന്നും ഞാനത് പിടിച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നെവിൻ അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും ജെന്യൂനായിട്ടാണ് ആ പറഞ്ഞത്. നെവിൻ അങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നെവിൻ അത് അത്രയും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അനീഷ് വന്നിട്ട് ഏറ്റവും കുറവ് ഉള്ളത് കൊണ്ട് ഈ കുടുംബാംഗങ്ങളെടുത്താണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ബിഗ് ബോസിന് ആദ്യം നന്ദി പറഞ്ഞിട്ടാണ് അനീഷിന് തുടങ്ങിയത്. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. എന്നിട്ടും പറയുന്നു ഞാൻ ഇവിടെ വന്നത് ഒന്നും അറിയാതെയാണ്. ആദ്യത്തെ മത്സരാർത്ഥിയാണ് ഞാൻ കയറി വന്നത്. അഭിനയിക്കാതെയാണ് നിന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ മനസ്സിൽ എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്. പിന്നെ കുറേ ആദ്യം വന്നപ്പോൾ എനിക്ക് ആരുടെ അടുത്തും ഞാൻ അടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി എല്ലാവരുടെ മനസ്സിലും എൻ്റെ അടുത്ത് സ്നേഹമുണ്ടെന്ന്. എല്ലാവരിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓരോരുത്തരെ വിളിച്ച് പറയുന്നില്ല. എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലോട്ട് എല്ലാവരും വരണം. എന്നെ ഒരിക്കലും മറക്കരുത്. ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ നാട്ടിലോട്ട് ഒറ്റാളെയും കടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നു എൻ്റെ നാട്ടിലോട്ട് എല്ലാവരും വരണം. ഇത് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. എൻ്റെ വീട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ ഇതറിയുമ്പോൾ എൻ്റെ വീട്ടുകാർ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ വകയും നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് നല്ലൊരു സമ്പ്രദായം, ഇത് ആദ്യമാണ് ബിഗ് ബോസിൽ ഇങ്ങനൊരു സമ്പ്രദായം.